എല്ലാവർക്കും നമസ്കാരം. കാതറിൻ പൾസിഫർ എഴുതുന്നു, വി ആർ നോട്ട് പെർഫെക്റ്റ്. ഫോർഗീവ് others as you would want to be forgiven. എല്ലാം തികഞ്ഞ ആരും നമ്മുടെ കൂട്ടത്തിലില്ല. വീഴ്ചകളും കുറവുകളും പിശകുകളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. കറുത്ത പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. മദർ തെരേസ കുറിക്കുന്നുണ്ട്, ഇഫ് വി റെഡി വേ ടു ലവ് വി മസ്റ്റ് ലേൺ ഹൗ ടു ഫോർഗീവ്. മനുഷ്യ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിനായി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പൊറുക്കാനും ക്ഷമിക്കാനും ഉള്ള മനസ്സാണ്. ക്ഷമിക്കുക എന്നുള്ളത് കരുത്തിൻ്റെ പ്രതീകം കൂടിയാണ്. The weak can never forget. Forgiveness is attitude to the strong. മാനസികമായി ശക്തിയുള്ളവർക്ക് മാത്രമേ ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ. ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ പിതാവ് ആ ഭവനത്തിന് പുറത്തേക്ക് വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവന് വേണ്ടി വിരുന്നൊരുക്കുമ്പോൾ അവിടെ നടക്കുന്നത് ക്ഷമയുടെ ഉത്സവമാണ്. വാശിയുടെ തകർച്ചയേക്കാൾ ക്ഷമയുടെ ഉത്സവമാണ് ജീവിതത്തിന് അനിവാര്യം. ഉൾക്കണ്ണുകൾ ഒന്ന് തുറന്നേ. നമ്മുടെ ഒപ്പമുള്ളവർ എല്ലാം തികഞ്ഞവരല്ല. അയാളെ ഹൃദയപൂർവ്വം സ്നേഹിക്കണമെങ്കിൽ പലതും മറക്കണം, ക്ഷമിക്കണം, ചേർത്ത് പിടിക്കണം. കാരുണ്യവാനായ കർത്താവ് നമ്മുടെ യോഗ്യതയ്ക്ക് അനുസൃതമായാണോ നമ്മെ ചേർത്ത് പിടിക്കുന്നത്? അല്ല. നമ്മുടെ കുറവുകൾ അവൻ അറിഞ്ഞിട്ടും അവൻ നമ്മെ ചേർത്ത് പിടിക്കുന്നു എങ്കിൽ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്കൊപ്പമുള്ളവരെ അവരുടെ കുറവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഹൃദയപൂർവ്വം ചേർത്ത് പിടിക്കാൻ കഴിയണം. ധീരരായവർക്ക് മാത്രമേ ഒരു ബന്ധം അതിൻ്റെ പക്വതയോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ക്ഷമിക്കുക, പൊറുക്കുക, ചേർത്ത് പിടിക്കുക, മുൻപോട്ട് പോകുക. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യം, നിങ്ങൾ തമ്മിൽ തമ്മിൽ മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ബലഹീനരും പാപികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുന്ന് ഞങ്ങളെ സ്നേഹിപ്പാൻ വേണ്ടി ഞങ്ങൾ എന്തുള്ളൂ നാഥ. മനുഷ്യരായ ഞങ്ങൾക്ക് പിഴകളും കുറവുകളും വീഴ്ചകളും വന്നു പോയിട്ടുണ്ട്. എങ്കിലും നാഥ, അവിടുന്ന് പുറത്ത് ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ. നിത്യജീവിതത്തിലെ പരസ്പരമുള്ള ബന്ധത്തിൽ പൊറുക്കാനും ക്ഷമിക്കാനും ചേർത്ത് പിടിക്കാനും ഞങ്ങൾക്ക് കഴിയണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെയാണല്ലോ സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങളോടും ക്ഷമിക്കുന്നത്. ആ കർത്തൃ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ഞങ്ങളെ തന്നെ രൂപപ്പെടുത്തുവാൻ കൃപയരുളണമേ. ഞങ്ങൾ പാപികളാണ്, കുറവുള്ളവരാണ്. തിരുമുമ്പാകെ അവകാശപ്പെടാൻ ഞങ്ങൾക്കൊന്നുമില്ല. എങ്കിലും നാഥ, പാപിനിയോട് ചുങ്കക്കാരനോട് പുറത്തതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.